നമസ്കാരം. രാജ്യത്തെ ടെലികോം നിരക്ക് വർധനയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി പ്രതിപക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചു. 3 സ്വകാര്യ കമ്പനി ഓപ്പറേറ്റർമാർ യാതൊരു മേൽനോട്ടവും നിയന്ത്രണവും ഇല്ലാതെ ഏകപക്ഷീയമായി ചാർജുകൾ വർദ്ധിച്ചപ്പോൾ ഒരു നടപടിയും സ്വീകരിക്കാതെ നോക്കി നിൽക്കാൻ സർക്കാരിന് എങ്ങനെ കഴിഞ്ഞുവെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഈ നിരക്ക് വർധനയിലൂടെ പ്രതിപക്ഷം 34,824 കോടി രൂപയാണ് ഉപഭോക്താക്കളിൽ നിന്ന് ടെലികോം കമ്പനികളിലേക്ക് എത്തുക. ഇത് അനുവദിക്കാൻ എങ്ങനെ കഴിഞ്ഞെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു. ഒരു മാനദണ്ഡമില്ലാതെ ഏകപക്ഷീയമായ നിരക്ക് വർധനയാണ് നടപ്പാക്കിയിരിക്കുന്നതെന്നും ഇതിനെ അംഗീകരിക്കില്ലെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. ഒരു സ്വകാര്യ ടെലികോം കമ്പനികളുടെ സാമ്പത്തിക മാനദണ്ഡങ്ങൾക്ക് വ്യത്യസ്തമാണ്. എന്നിട്ടും 15 മുതൽ 16% നിരക്കിൽ കമ്പനികൾ ഒരുപോലെ താരിഫ് ഉയർത്തിയപ്പോൾ മോദി സർക്കാർ കണ്ടച്ചത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. താരിഫ് വർധന സാധാരണക്കാരെ ദോഷമായി ബാധിക്കുമെന്നതിൽ നിരക്ക് വർധന തികച്ചും അനാവശ്യമാണെന്നും നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നു. 109 കോടി ഉപഭോക്താക്കളുള്ള റിലയൻസ് ജിയോ, എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നിവയുടെ താരിഫ് ശരാശരി 15% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ സാധാരണക്കാരിൽ നിന്നും വാർഷിക അടിസ്ഥാനത്തിൽ 34,824 കോടി രൂപയാണ് ചെലവാകുക. സാധാരണക്കാർക്ക് ഇത്ര അധികം ബാധ്യത ഉണ്ടായപ്പോൾ സർക്കാരും ട്രായും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തതെന്നും കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 3 ഓപ്പറേറ്റർമാർ തങ്ങളുടെ താരിഫ് വർദ്ധിപ്പിച്ചു. 2 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്നാമതായി, താരിഫ് വർധന പ്രഖ്യാപിക്കുന്ന തീയതി 3 കമ്പനികളും പരസ്പരം കൂടി ആലോചന നടത്തിയതായി തോന്നുന്നു. രണ്ടാമതായി, വർദ്ധിപ്പിച്ച താരിഫുകൾ ഫലപ്രദമായി നടപ്പാക്കുന്ന തീയതി ഒന്ന് തന്നെയാണെന്നും. റിലയൻസ് ജിയോയുടെ ശരാശരി താരിഫ് വർധന 20%. ഇതുവഴി 48 കോടി വരിക്കാർക്ക് പ്രതിമാസം 1,464 കോടി രൂപയും പ്രതിപക്ഷം 17,568 കോടി രൂപയും അധികമായി നഷ്ടപ്പെടുന്നു. 39 കോടി വരിക്കാരുള്ള അടിത്തറയുള്ള എയർടെലിന്റെ ശരാശരി വർധനവ് 15%. നിരക്ക് വർധനയിലൂടെ എയർടെലിന് പ്രതിമാസം 892 കോടി രൂപ അല്ലെങ്കിൽ പ്രതിപക്ഷം 10,704 കോടി രൂപ അധികമായി ലഭിക്കും. അതേപോലെ തന്നെ വോഡഫോൺ ഐഡിയക്ക് 22.37 കോടിയുടെ വരിക്കാരുടെ അടിത്തറയുണ്ട്. ശരാശരി 16% വർധനവാണ് VI പ്ലാനുകൾ ഉണ്ടായിരിക്കുന്നത്. ഇതിലൂടെ പ്രതിമാസം 546 കോടി രൂപയും പ്രതിപക്ഷം 6,552 കോടി രൂപയും കമ്പനിക്ക് അധികമായി ലഭിക്കുന്നു. ഇപ്പോൾ നിരക്ക് കൂട്ടിയ 3 സ്വകാര്യ കമ്പനികളും ചേർന്നാൽ വിപണിയുടെ 91.6% വരും. അതായത് ഏതാണ്ട് 109 കോടി സെൽഫോൺ ഉപഭോക്താക്കളെ നിരക്ക് വർധന ബാധിക്കുന്നു. സർക്കാരിന്റെയും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും മേൽനോട്ടമോ നിയന്ത്രണമോ ഇല്ലാതെയാണ് ഈ വർധനവ് നടപ്പാക്കിയിരിക്കുന്നത്. 109 കോടി സെൽഫോൺ ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിലാക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്നതിലെ അന്യായം നിരക്ക് വർധനവ് നടപ്പാക്കുന്നത് തടഞ്ഞുവെച്ചതെന്നും കോൺഗ്രസ് ചോദിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റും ട്രായും ഉറങ്ങുന്ന ട്രസ്റ്റുകളെ പോലെ പെരുമാറരുത്. കോൺഗ്രസ് മാത്രമല്ല, CI2 ദേശീയ നേതൃത്വവും നിരക്ക് വർധനയിൽ മോദി സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. 3Gയിൽ നിന്ന് 4Gയിലേക്കും 5Gയിലേക്കും സേവനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ അനുവദിക്കാതെ BSNLനെ സർക്കാർ കെട്ടിയിട്ടിരിക്കുകയാണെന്നും CI2 ജനറൽ സെക്രട്ടറി തബർസൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ BSNLനെ ഒന്നിനും കൊള്ളാതെയാക്കി മാറ്റുകയും സ്വകാര്യ കമ്പനികൾക്ക് വെല്ലുവിളി ആകുന്നതിൽ നിന്ന് തന്ത്രപൂർവ്വം വിലക്കുകയും ചെയ്തതായെന്നും CI2 ആരോപിച്ചു.